തജ്വീദ് നിയമങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണം നമുക്ക് മനോഹരമാക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال ما خطبكن إذ راوتن يوسف عن نفسه قلنا حاش لله ما علمنا عليه من سوء. നമ്മുടെ ഖത്മുൽ ഖുർആന്റെ 118ാമത്തെ ക്ലാസ് ആണ്. സൂറത്ത് യൂസുഫിന്റെ 51ാമത്തെ ആയത്ത് മുതൽ. നമ്മളെപ്പോഴും പറയുന്ന വിഷയമാണ് ഷദ്ദുള്ള നൂന് മീമ്. ഷദ്ദിന്റെ ചിഹ്നമുണ്ടെങ്കിൽ നൂനിനും മീമിന് ഷദ്ദിന്റെ ചിഹ്നമുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം. അവിടെ നിന്ന് മണിക്കേണ്ട സ്ഥലമാണ്. قال ما خطبكن പോരാ. كن إذ راوتن يوسف ما خطبكن إذ راوتن يوسف عن نفسه. ഇവിടെ عن نفسه അവിടെയും ശബ്ദമുള്ള നൂന് വന്നു. വരാനുള്ള കാരണം നൂനിന്റെ ശേഷം സുക്കൂനുള്ള നൂനിന്റെ ശേഷം അൻ എന്ന നൂന് അല്ലെ, അവിടെ ഒരു നൂന് വന്നു. ആ നൂന് എന്താണ്? ഫത്ഹ ഗസ്ർ ഒന്നുമില്ലെങ്കിൽ പിന്നെന്താ? സുക്കൂനാണ്. സുക്കൂനുള്ള നൂനിന്റെ ശേഷം നൂന് തന്നെ വന്നാൽ നമ്മളെ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ ഒരുപോലെയാണ്. നൂനിന്റെ നിയമങ്ങൾക്ക് നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീനിന്റെ ശേഷം ബ വന്നാൽ ഇവിടെ ഇപ്പൊ അൻ നഫ്സി ഇവിടെ നൂനിന്റെ ശേഷം നൂനാണ് വന്നത്. ആ നൂനിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ ഇഖ്ലാബാണ് വരിക. എന്ന് പറഞ്ഞാൽ അൻ ബ എന്നാണ് ഉള്ളതെങ്കിൽ അവിടെ നൂനിന്റെ സ്ഥാനത്ത് മീം വരണം. നൂനിന്റെ സ്ഥാനത്ത് മീം കൊടുക്കുക. ഇനി നൂനിന്റെ ശേഷം ലാമോ റോ ആണെങ്കിൽ അല്ല ഐനാണ് അല്ല അൻ എന്ന് പറയില്ല, അൻ എന്ന് പറയില്ല. അപ്പൊ അത് പ്രത്യേകം ഇനി നൗമിയിൽപ്പെട്ട നൂന് വാവ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാന്ന് മാത്രം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഖത്മുൽ ഖുർആന്റെ തുടക്കം മുതലുള്ള ഫാത്തിഹ മുതലുള്ള ക്ലാസ്സുകളുണ്ട്. ആവശ്യക്കാര് നമ്മുടെ ചാനൽ നോക്കുക. ഈ നോക്കിയിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മൾ താഴെയുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൽ അയച്ചാൽ നമ്മൾ തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് പ്രയാസം ഉണ്ടാവില്ല. തുടക്കം മുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഖത്മുൽ ഖുർആന്റെ തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ അയച്ചു തരും. അപ്പോൾ നോക്കിയെടുക്കാൻ ചിലപ്പം പ്രയാസമുള്ളവർക്ക് എന്ത് ചെയ്യും? അത് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്ത് ചെയ്യുക? കൂടുതൽ ഉപകരിക്കുമെങ്കിൽ എന്ത് ചെയ്യുക? കൂടുതൽ ആളുകളിലേക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഒക്കെ ഷെയർ ചെയ്യുക. കഴിയുന്നവരൊക്കെ സ്റ്റാറ്റസ് വെക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു തആല വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അവിടെ നൂനിൻ്റെ ശേഷം നൗമിയിൽപ്പെട്ട നൂന് വാവ് മീമ് യാ എന്നിവയിൽപ്പെട്ട അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ നേരെ മിക്സ് ആക്കുകയും മണിക്കുകയും ചെയ്യുക. അൻ നഫ്സി നൗമി നൂന് വാവ് മീമ് യാ. അവിടെ വാവാണെങ്കിൽ അവ, മീമാണെങ്കിൽ അമ്മ, യാ ആണെങ്കിൽ അയ്യ. മണിക്കേന രൂപം പറഞ്ഞെന്ന് മാത്രം കൂട്ടി യോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക. ഇനി ഹംസ ഐന് റൈന് ഈ ആറക്ഷരത്തിൽപ്പെട്ടതാണ് വന്നതെങ്കിൽ അൻ അൻ
ഹംസ എന്ന് പറഞ്ഞാൽ അ ഇ ഉ ഇതാണ് ഹംസ. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹ ആണ് അൻഹ, നൂന് വ്യക്തമാകണം. അൻഹ അൻഹ അൻഹ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? ഈ ആറക്ഷരത്തിൽപ്പെട്ട ഏത് വന്നാലും സുക്കൂണുള്ള നൂനിൻ്റെയോ തെൻവീൻ്റെ ശേഷം ഈ ആറക്ഷരത്തിൽപ്പെട്ട ഏത് വന്നാലും അവിടെ വെളിവാക്കണം. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നൂനിൻ്റെയും തെൻവീൻ്റെയും നിയമങ്ങൾ. അപ്പോൾ ഇൽഹാർ ഈ പറഞ്ഞ അക്ഷരമല്ലാത്ത ബാക്കി ഇനിയുള്ള അക്ഷരങ്ങൾ 15 എണ്ണമാണ്. ബാക്കിയുള്ളത് മുഴുവനും ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറച്ച് പണിക്കുക. قُلْنَا حَاشَ لِلَّهِ مَا عَلِمْنَا عَلَيْهِ مِنْ سُوءٍ. മിൻ എന്ന് വ്യക്തമാക്കാൻ പറ്റൂല. ശേഷമുള്ളത് സി ആണ്. എന്നാൽ മിക്സ് ആക്കാനും പറ്റുമോ? ആവും പറ്റില്ല. മറച്ച് പണിക്കാൻ. മിൻ സൂء. قالت امرأة العزيز الآن. قالت തീ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹംസയാണ്. ഹംസ എന്ന് പറഞ്ഞാൽ കൂട്ടി വയ്ക്കുമ്പോൾ അത് ഉച്ചരിക്കൂല. قالت امرأة العزيز الآن حصل الحق. حصل الحق أنا راودته عن نفسه وإنه لمن الصادقين. ഇവിടെ അന എന്നാണുള്ളത്. പക്ഷെ അതിൻ്റെ അവിടെ കൂടെ 0 മാർക്ക് ഉണ്ടായതുകൊണ്ട് أنا راودته عن نفسه وإنه لمن الصادقين. قال ما خطبكن إذ راودتن يوسف عن نفسه قلنا حاش لله ما علمنا عليه من سوء. قالت امرأة العزيز الآن حصل الحق أنا راودته عن نفسه وإنه لمن الصادقين. ذلك ليعلم أني لم أخنه. അവിടെ ഹായിന് സുക്കൂൻ ചെയ്യണം. അവസാനത്തെ അക്ഷരത്തിന് നമ്മൾ എവിടെ നിർത്തിയാലും അവസാനത്തെ അക്ഷരത്തിന് നീട്ടാനില്ലെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാണ് ചെയ്യേണ്ടത്. തൻവീൻ ഫത്ഹ നീട്ടാനോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? അവസാനം സുക്കൂൻ ചെയ്യണം. അന്നീ ശബ്ദമുള്ള നൂന് മറക്കരുത്. അന്നീ ലം അഖുൻ. ആ നൂന് വ്യക്തമാക്കാൻ കാരണം ശേഷമുള്ളത് ഹ ആയതുകൊണ്ട് അവിടെ നിർത്തുമ്പോൾ അഖുൻ അങ്ങനെ വ്യക്തമാക്കരുത്. അഖുൻ അന്നീ ലം അഖുൻഹു ബിൽ ഗൈബ് وأن الله لا يهدي كيد الخائنين. അവിടെ മദ് ഉണ്ട്. മദ് മുത്തസിലാണ്. അവിടെ അവസാനത്തെ അക്ഷരത്തിന് ന എന്നാണുള്ളത്. നിർത്തിയപ്പോൾ അവിടെ സുക്കൂൻ ചെയ്യണം. അപ്പോൾ സുക്കൂൻ ചെയ്തു. പക്ഷേ അതിന് മുമ്പ് നീട്ടാനുണ്ട്. അവസാനത്തെ അക്ഷരം നിർത്തുന്നതിന് ആ അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ അവിടെ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. കൈദൽ ഖായിനീൻ. ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين وما أبرئ نفسي. നിർത്തി. നഫ്സി നീട്ടാനുള്ള മദ്ദിൻ്റെ അല്ല. മദ്ദോടെ പരിഗണിക്കണം. നിർത്തുകയാണെങ്കിൽ പിന്നെ മദ് നോക്കണ്ട. നിർത്തുന്നില്ല എങ്കിലേ മദ് വരുള്ളൂ. നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറ.
ഷദ്ദുള്ള 2 നൂന് മീമുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. വമാ ഉബരിഉ നഫ്സി, അവിടെ യാ ഉണ്ട്. അവിടെ നിർത്തുകയാണെങ്കിൽ അത്ര നിർത്തിയാൽ പിന്നെ അത്ര നീട്ടിയാൽ മതി. നിർത്തുന്നില്ലെങ്കിൽ പിന്നെ അവിടെ നീട്ടൽ കുറച്ചും കൂടി നീട്ടിയിട്ടാണ് പിന്നെ ഓതേണ്ടത്. നഫ്സി ഇന്നൻ നഫ്സ് വമാ ഉബരിഉ നഫ്സി. കാരണം എന്താ, നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. നീട്ടുക പറഞ്ഞാൽ അലിഫ് യാ വാവ് അല്ലേ. ഇന്നൻ നഫ്സ ലഅമ്മാറതും ബിസ്സൂ ലഅമ്മാറതും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. ഗഫൂറുർ റഹീം. തൻവീനിന്റെ ശേഷം റാ വന്നു. ലാമ റാ വന്നാൽ റഹീം. റുൻ റഹീം എന്ന് പറയുന്നത് ഗഫൂറുൻ റഹീമുൻ എന്ന്, അല്ലെങ്കിൽ ഗഫൂറുൻ റഹീം എന്ന് പറയുന്നത് ഗഫൂറുർ റഹീം. وما أبرئ نفسي وما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم. وقال الملك ائتوني به وقال الملك ائتوني به أستخلصه لنفسي فلما كلمه. അവിടെ നിർത്തിയപ്പോൾ ഹായിന് സുക്കൂൻ ചെയ്യണം. കല്ലമഹ് ഖാല ഇന്നകൽ കൂട്ടി വെക്കൽ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഹംസത്തുൽ വസിലാണ്, ഒരു അലിഫ് കണ്ടില്ലേ, അത് കൂട്ടി വയ്ക്കുമ്പോൾ അത് ഉച്ചരിക്കൂല. നേരെ ലാമിന് സുക്കൂൻ ഉണ്ടായതുകൊണ്ട് കൽ ഇന്നകൽ യൗമ ലദൈനാ മകീനുൻ അമീൻ. മകീനുൻ തൻവീൻ വന്നു. തൻവീന് ശേഷം ഇല്ലാറിൻ്റെ അക്ഷരമാണ്. ഇല്ലാറിൻ്റെ അക്ഷരം വന്നാൽ വ്യക്തമാക്കേണ്ട സ്ഥലമാണ്. മക്കീനുൻ അമീൻ. അമീനുൻ എന്നാണുള്ളത്. അവിടെ നിർത്തിയപ്പോൾ നൂന് സുക്കൂന് തൊട്ട് മുമ്പ് യാ ഉണ്ട്, നീട്ടാനുണ്ട്. അപ്പൊ അമീൻ മധ്യ ആരിൽ വരും. നമ്മൾ എന്ത് ചെയ്യണം, നിർത്തുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം. അതായത് ഖാല ഇന്നക് അവിടെ നിർത്തിയാൽ ഒന്നും നോക്കണ്ട. ഇന്നക് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്താൽ മാത്രം മതി. കാരണം തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനില്ല, ന എന്നുള്ളതാണ്. അല്ലേ, അപ്പോൾ അവിടെ നീട്ടാനൊന്നുമില്ല. അപ്പൊ പിന്നെ ഖാല ഇന്നക് നേരെ മറിച്ച് ഖാല എന്നുള്ളിടത്ത് നിർത്തുകയാണെങ്കിൽ, നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, നിർത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പദത്തിന്റെ അവസാനത്തിൽ നമുക്ക് ശ്വാസം വിടേണ്ടി വന്നാൽ അതാണ് വഖഫ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് വഖാലൽ മലികു ائتوني به أستخلصه لنفسي فلما كلمه قال. ബാക്കി ഓതാൻ എന്നെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞാൽ ശ്വാസം അവിടെ മുറിയേണ്ടി വന്നാൽ അപ്പോൾ അവിടെ നിർത്തേണ്ടി വരും. ഖാല എന്ന് പറഞ്ഞ് നിർത്തിയത് ഖാൽ. ലാമിന് സുക്കൂനാണ്. ലാമിന് സുക്കൂൻ ചെയ്യേണ്ടത് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. നിർത്തുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ നീട്ടുകയും ചെയ്യണം. وقال الملك ائتوني به أستخلصه لنفسي. അസ്തഖ്ലിസുഹു എന്ന് പറഞ്ഞ് നീട്ടരുത്. അറിയാം, ചില സ്ഥലങ്ങളിൽ നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അസ്തഖ്ലിസുഹു ലിനഫ്സി ഫലമ്മാ കല്ലമഹു ഖാൽ. അവിടെ നീട്ടണം. അവിടെ നീട്ടാനുള്ള ചിഹ്നമുണ്ട്. കാരണം എന്താണ്, ഹു എന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം സുക്കൂനില്ല, തൊട്ടു ശേഷമുള്ള അക്ഷരം സുക്കൂനില്ല. കല്ലമഹു എന്നുള്ളത് അവിടെ എന്താണ്, തൊട്ട് മുമ്പുള്ള അക്ഷരം മ എന്നുള്ളതാണ്, ശേഷമുള്ള ഖ എന്നുള്ളതാണ്. രണ്ട് സ്ഥലത്തും സുക്കൂനില്ല, അതുകൊണ്ടാണ് നീട്ടിയത്. സുക്കൂന് രണ്ടാലൊരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല. ഇവിടെ കണ്ടില്ല അസ്തഖ്ലിസ്ഹു, ഇവിടെ ഹു നീട്ടാത്തതിന്റെ കാരണം തൊട്ട് മുമ്പുള്ള സ്വാദിന് സുക്കൂനുണ്ട്. അസ്തഖ്ലിസ്ഹു കാരണം എന്താ, നമ്മള് വിഷയങ്ങളൊക്കെ പഠിച്ചു വെക്കുക.
ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യണം, ഓതാൻ കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് മക്കളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്കൊക്കെ പരീക്ഷയ്ക്ക് എഴുതാനും പരീക്ഷയ്ക്ക് എഴുതാനും ഇനി വരുന്ന പരീക്ഷയിലേക്ക് എന്ത് ചെയ്യുക, നല്ല ഉഷാറായിട്ട് സ്കോർ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കണം. നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ അതിലൊക്കെ എന്ത് ചെയ്യുക, വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് കൂട്ടി വായിക്കേണ്ട രൂപങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. 2ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചാൽ 3, 4 എത്തിയ കുട്ടികൾക്കൊക്കെ, പ്രത്യേകിച്ച് 5, 6 എത്തിയ കുട്ടികൾ ക്ലാസ് കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വിഷയങ്ങൾ എന്താണ് എന്ന സംഗതി തിരിഞ്ഞിട്ട് ഓതാൻ വേണ്ടി പറയണം. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാ കാലവും നമുക്ക് ഓർമ്മയിൽ നിൽക്കും, നമ്മൾ ഓതുകയും ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. أستخلصه لنفسي فلما كلمه قال إنك اليوم لدينا مكين أمين قال اجعلني على خزائن الأرض إني حفيظ عليم. تنبيه شمعين الله شينا. قال اجعلني على خزائن الأرض إني حفيظ عليم وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء نصيب برحمتنا من نشاء ولا نضيع أجر المحسنين. നൂന് സുക്കൂന് തൊട്ടുമ്പ് നീട്ടാറുണ്ട്, മദ് ആരിദ് വന്നു. നീയൻ മന്ന, നൂന്റെ ശേഷം നൂനിന് വന്നു, നൗമിയിൽപ്പെട്ട അക്ഷരമാണ്, കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. من نشاء وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء نصيب برحمتنا من نشاء ولا نضيع أجر المحسنين ولأجر الآخرة خير لي എന്ന് പറയുന്നത് തെൻബീന് ശേഷം ലാമോ ഒന്ന് കൂട്ടി വെപ്പിച്ചാൽ മാത്രം മതി. ഖൈറുൽ ലില്ലദീന ആമനു വകാനൂ യത്തഖൂൻ വലഅജ്റുൽ ആഖിറതി ഖൈറുൽ ലില്ലദീന ആമനു വകാനൂ യത്തഖൂൻ. وجاء إخوة يوسف فدخلوا عليه فعرفهم وهم له منكرون. وجاء إخوة يوسف فدخلوا عليه فعرفهم وهم له منكرون. ولما جهزهم بجهازهم, ഇവിടെ മീമ് സുക്കൂളുള്ള മീം വന്നു. മീമിൻ്റെ നമ്മളും അറിഞ്ഞിരിക്കണം. മീമിൻ്റെ ശേഷം മീമ് തന്നെ വന്നാൽ അവിടെ ഒരു മീമായി ഉച്ചരിക്കുകയും മണിക്കുകയും ചെയ്യാം. ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിന് കൊടുത്ത് രണ്ടാമത്തെ മീമും മണിക്കുകയും ചെയ്യാം. മീമിൻ്റെ ശേഷം ബ വന്നാൽ മറച്ച് മണിക്കുക, ഇഖ്ഫ ചെയ്യണം. ബാക്കി മീമിൻ്റെ ശേഷം ബാക്കി 28 അക്ഷരമാണുള്ളത്. മീമും ബാവും അല്ലാത്ത ബാക്കി ഏത് വന്നാലും മീമ് വ്യക്തമായി സുക്കൂനോടുകൂടെ വ്യക്തമാക്കി പറയും. അതുപോലെ ബിജഹാസിഹിം ഖാല വലമ്മ ജഹസഹും ബിജഹാസി എന്ന് പറയുക, അത് രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്നത്. ജഹസഹും ബിജഹാസിഹിം ഖാല തൂനി ബിഅഖിൻ ലക്കും എന്ന് പറയുന്നത് ബിഅഖിൻ ലക്കും. അവിടെ നിർത്തുന്നില്ല എങ്കിൽ ബിഅഖിൻ ലക്കും മിൻ അബീക്കും ബിഅഖിൻ ലക്കും മൂന്നെണ്ണത്തിന് ഉദാഹരണമായി. അത് മീമിന് ശേഷം ബാ വന്നു, മീമിന് ശേഷം ഖാഫ് വന്നു, പിന്നെ ഇൽഹാറിൻ്റെത് വന്നു. മീമിൻ്റെ ശേഷം ഖാഫ് വന്ന് ഇൽഹാറാണ്. മീമിൻ്റെ നിയമങ്ങൾ വേറെയാണ്.
നൂനിൻ്റെ തൻവീനും വേറെയാണ്. പിന്നെ മീമിൻ്റെ ശേഷം മീമ് തന്നെ വന്നു. ബി അഖില്ലകും മിൻ, ബി അഖില്ലകും മിൻ, ബി അഖില്ലകും മിൻ അബീകും. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട സ്ഥലമാണ്. ഈ മീമിൻ്റെ നിയമങ്ങൾ മൂന്നും ഇവിടെയുണ്ട്. ഇനി ബാക്കിയുള്ള പിന്നെ മീമിൻ്റെ ശേഷം ഖാഫല്ലാത്ത ബാക്കി ഉദാഹരണം ഏത് വന്നാലും അവിടെ വ്യക്തമാക്കുക. ബിഅഖില്ലകും മിൻ അബീകും അലാ തറൗന അന്നീ ഊഫിൽ കൈല വഅന ഖൈറുൽ മുൻസിലീൻ. അലാ തറൗന അന്നീ ഊഫിൽ ഫീ എന്നാണുള്ളത്, ഊഫീൽ എന്നാണുള്ളത്. പക്ഷേ നീട്ടുകയില്ല. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന ശബ്ദ വന്നാൽ നീട്ടുകയില്ല. ഊഫീൽ എന്ന് പറയില്ല. ഇതും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന ശബ്ദ വന്നാൽ നീട്ടുകയില്ല. ഊഫീ എന്ന് കഴിഞ്ഞതിന് ശേഷം ഹംസത്തുൽ വസ്ൽ ഉച്ചരിക്കുന്ന ഒഴിവാക്കി ലാമിന് സുക്കൂനാണ്. ഊഫീൽ എന്ന് പറയും. ഊഫിൽ അന്നീ ഊഫിൽ കൈല, ഊഫിൽ കൈല വഅന ഖൈറുൽ മുൻസിലീൻ. ഊഫി അവിടെ നിർത്തുകയാണെങ്കിൽ അന്നീ ഊഫി, നിർത്തുന്നില്ല എങ്കിൽ ഊഫിൽ കൈല വഅന ഖൈറുൽ മുൻസിലീൻ. വലമ്മാ ജഹസഹും ബിജഹാസിഹിം ഖാല ائتوني بأخ لكم من أبيكم ألا ترون أني أوفي الكيل وأنا خير المنزلين فإن لم تأتوني به فلا كيل لكم عندي ولا تقربون فإن لم تأتوني به فلا كيل لكم عندي ولا تقربون قالوا سنراود عنه أباه وإنا لفاعلون قالوا سنراود عنه أباه وإنا لفاعلون وقال لفتيانه اجعلوا بضاعتهم في رحالهم لعلهم يعرفونها إذا انقلبوا إلى أهلهم لعلهم يرجعون وقال لفتيانه اجعلوا بضاعتهم في رحالهم لعلهم يعرفونها إذا انقلبوا إلى أهلهم لعلهم يرجعون. إن شاء الله ഒരു പ്രാവശ്യം കൂടി ഓതി നോക്കാം. بسم الله الرحمن الرحيم. قال ما خطبكن إذ راوتن يوسف عن نفسه قلنا حاش لله ما علمنا عليه من سوء قالت امرأة العزيز الآن حصى الحق أنا راودته عن نفسه وإنه لمن الصادقين ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين وما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم وقال الملك ائتوني به أستخلصه لنفسي فلما كلمه قال إنك اليوم لدينا مكين أمين
قال اجعلني على خزائن الأرض إني حفيظ عليم وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء نصيب برحمتنا من نشاء ولا نضيع أجر المحسنين ولأجر الآخرة خير للذين آمنوا وكانوا يتقون وجاء إخوة يوسف فدخلوا عليه فعرفهم وهم له منكرون ولما جهزهم بجهازهم قال ائتوني بأخ لكم من أبيكم ألا ترون أني أوفي الكيل وأنا خير المنزلين فإن لم تأتوني به فلا كيل لكم عندي ولا تقربون قالوا سنراود عنه أباه وإنا لفاعلون وقال لفتيانه جعلوا بضاعتهم في رحالهم لعلهم يعرفونها إذا انقلبوا إلى أهلهم لعلهم يرجعون صدق الله العلي العظيم. ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. ലൈക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് 1-2 ആളുകൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു 1-2 ആളുകൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ദുആയിൽ ഉൾപ്പെടുത്താം. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.